വാസ് ഇറ്റ് ഗിരീഷ്? ഇതാണോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്തിരിക്കുന്ന രജിസ്റ്റർ? ഒരു പലചരക്ക് കടയിലെ പറ്റുബുക്ക് പോലും ഇതിലും ഭേദമായിരിക്കും. പണ്ട് തൊട്ടേ ഇവിടെ ഇങ്ങനെയാണ് മാഡം. കണക്കുകളെല്ലാം കമ്പ്യൂട്ടറിലും രജിസ്റ്ററിലും എൻട്രി ചെയ്യും. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെയാണോ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്? ഇത് മലയാളത്തിലെ വിലവിവര പട്ടിക എഴുതിയിരിക്കുന്നത് പോലെയാണ്. മാഡം, ഇത് അനന്ത് സാറിന് ചെക്ക് ചെയ്യാനുള്ളതല്ല. അഴകത്തമ്മ നോക്കുന്നത് ഈ രജിസ്റ്ററാണ്. ആര് നോക്കിയാലും കണക്കുകളൊന്നും ഇങ്ങനെ എഴുതാൻ പറ്റില്ല, മനസ്സിലായോ? സോറി മാഡം, അഴകത്തമ്മ പറയാതെ ഈ കണക്കുകളൊന്നും മാറ്റി എഴുതാൻ പറ്റില്ല. ധിക്കാരം പറയുന്നോ? ഞാൻ ആരാന്ന് തനിക്കറിയോ? അറിയാം, സാറിന്റെ വൈഫാണ്. പക്ഷെ കമ്പനി വേറെ, കുടുംബം വേറെ. അതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ഓ, അപ്പൊ ഞാൻ പറയുന്നത് താൻ അനുസരിക്കില്ല. ഐ ആം വെരി സോറി മാഡം. ഗെറ്റ് ഔട്ട്. എന്റെ കൺമുന്നിലോ ഈ ഓഫീസിലോ തന്നെ ഇനി കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടോ, പോവാൻ. ഗിരീഷേ, 8 വർഷമായില്ലേ അഴകത്ത് ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു? ഇതുവരെ റിസൈൻ ചെയ്ത് പോകണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. അല്ല, ഇപ്പം എന്താ പറ്റിയത്? എന്നോട് പറ. ഏത് കാര്യവും ഞാൻ സോൾവ് ചെയ്ത് തരാം. ഒന്നുമില്ല സർ, ഓരോ ഓഫീസാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഉത്തരവാദിത്തപ്പെട്ടവർ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഇന്നലെ വരെ ചെയ്ത രീതികൾ തെറ്റാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാൻ കഴിയും സർ? കണക്കുകൾ മാറ്റി എഴുതാൻ പറ്റുമോ? ആര് പറഞ്ഞു മാറ്റി എഴുതണമെന്ന്? അത് സാറിൻ്റെ വൈഫ്. എന്തിന്? ഓഡിറ്റ് ചെയ്ത് പോയ കണക്കുകൾ നമ്മളെങ്ങനെ മാറ്റി എഴുതും? എനിക്കറിയില്ല സർ. എന്നെ മാഡം വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. ഇനി ഓഫീസിൽ കാണരുതെന്ന് പറഞ്ഞു. സോ ഐ ആം ലീവിങ് സർ. അങ്ങനെ പിരിഞ്ഞു പോകേണ്ട ആളല്ല താൻ. ഞാനും ചോദിക്കട്ടെ അവളോട്. താൻ ചെല്ല്. അല്ല സർ, അത് ഡു വാട്ട് ഐ സേ. ഇറ്റ്സ് ആൻ ഓർഡർ. ചെല്ല് സർ. എന്താ കവിത? എന്താ ഇവിടെ ഉണ്ടായത്? ഓ, പറയാൻ മാത്രം ഒന്നും ഉണ്ടായില്ല അനന്തു. ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് അഹങ്കാരം പറഞ്ഞു. ഞാൻ അവനെ കിക്കൗട്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. അതെ, ഗിരീഷ് വെറും ഒരു സ്റ്റാഫൊന്നുമല്ല. 8 വർഷമായിട്ട് കമ്പനിയുടെ കണക്കുകളും രേഖകളും നോക്കുന്ന വിശ്വസ്തനാണ് അയാൾ. അയാളെ നീ ഇൻസൾട്ട് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഹാ, അത് ശരി. അപ്പോ അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തതിന് അനന്തുവിന് ഒരു കുഴപ്പവും പറയാനില്ല. ഞാൻ നാണം കെട്ടോട്ടെ എന്നല്ലേ? അങ്ങനെയല്ല. അങ്ങനെ ഇൻസൾട്ടഡ് ആവാൻ മാത്രം ഗിരീഷ് ഒന്നും പറയില്ല. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞത് അനന്തുവിന് വിശ്വാസമായില്ല. ഭാര്യയെക്കാളും വിശ്വാസം ഓഫീസിലൊരു സ്റ്റാഫിനെയാണല്ലേ? അല്ല, പക്ഷേ തനിക്കറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത് ബിസിനസ്സാണ്. ഭാര്യയും കുടുംബവും വേറെ, ബിസിനസ്സും അതിലെ സ്റ്റാഫുകളും വേറെ. രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് അവിയൽ വരവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ എന്നെ അയാൾ അപമാനിച്ചതിന് അനന്തുവിന് ഒരു വിഷമവും ഇല്ലല്ലേ? അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ലേ? അയാൾ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയിപ്പിക്കാം, പോരെ? അല്ലാതെ അയാളെ പിരിച്ചുവിടില്ല? ഇല്ല, ആ കാര്യം മാത്രം നീ പറയണ്ട. ഇത് ബിസിനസ്സാണ്. വ്യക്തിപരമായ സെന്റിമെന്റ്സിന് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല. കേട്ടല്ലോ? കാശല്ലേ, കളയണ്ട, വെച്ചോളൂ. എനിക്ക് വേണ്ട ബാലെ. കാശിന് വേണ്ടിയാ വെട്ടിയതും കുത്തിയതും വേണ്ടാത്തതൊക്കെ ചെയ്തതും. പക്ഷേ ഇപ്പോൾ കാശിന് എനിക്ക് പേടിയാ. കണ്ണീര് വീണ കാശിന് കറിവേപ്പിലയുടെ വില പോലുമില്ല. അത് എനിക്ക് മനസ്സിലാക്കി തന്നത് നീയാ. ലക്ഷങ്ങൾ കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്കും കണ്ണ് മഞ്ഞളിച്ചില്ല. ഈ പുതുമണം മാറാത്ത ആയിരങ്ങളുടെ കെട്ടുകളേക്കാൾ വിലയുണ്ട് എൻ്റെ അമ്മ മടിയിൽ തിരുകുന്ന മീൻ മണക്കുന്ന 10 രൂപ നോട്ടുകൾക്ക്. എനിക്ക് വേണ്ട ബാലമണി.
ഏതെങ്കിലും തരത്തിൽ അവരുടെ കയ്യിലേക്ക് തന്നെ ഇത് തിരിച്ചെത്തിക്കാം. വേണ്ട രാഘവ, ഇത് എന്റെ ജീവന്റെ വിലയായ കാശ. ഇതിനെ അവരനുഭവിക്കേണ്ടതല്ല. തിരിച്ചു കൊടുത്താ ഞാൻ മരിച്ചില്ല എന്ന് വിചാരിക്കും അവര്. പിന്നെ എന്ത് ചെയ്യാനാ? ബാലാമണി പറ. നമുക്കാർക്കും ഈ പാപത്തിന്റെ കറ പറ്റിയ പണം വേണ്ട. നമുക്കിത് തിരിച്ചു കൊടുക്കാം. കൊല്ലാൻ ഏൽപ്പിച്ചവർക്കല്ല, കത്തിക്കിരയായവർക്ക്. എന്താ ബാലാമണി പറഞ്ഞു വരുന്നത്? രാഘവൻ പണത്തിനു വേണ്ടി ദ്രോഹിച്ചവരെയെല്ലാം വീണ്ടും കാണണം. അവർക്ക് പറ്റിയ നഷ്ടങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ തുക. അവരനുഭവിക്കേണ്ടതാണ് ഈ തുക. ഈശ്വരന് മുന്നിൽ ചെയ്ത പാപത്തിനുള്ള പ്രായശ്ചിത്വമാവും രാഘവ ഇത്. നമ്മുടെ രച്ചുവിന്റെ ജീവന്റെ വില തന്നെയാ മറ്റുള്ളവരുടെ ജീവനും. മോളെ, നീയുള്ളപ്പോ എന്റെ വീട്ടിൽ വിളക്ക് വെക്കണ്ട. ഒരു വീട്ടിൽ എന്തിനാ 2 വിളക്ക്? ദാ, ഇവള് പറഞ്ഞതാടാ ശരി. ഈ പരിഹാരം നമ്മൾ ചെയ്യണം. എന്റെ മുഞ്ചില്ല. അവൻ പാവ. എങ്ങനെ ഇങ്ങനെയായെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. സാഹചര്യങ്ങളല്ലേ അമ്മേ മനുഷ്യനെ നല്ലതും ചീത്തയാക്കുന്നത്. രാഘവന് നന്നാവാൻ ദൈവമായിട്ട് കൊടുത്ത അവസരമായത്. അയാൾ നന്നാവും. ഡേ, നീ തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് വയ്യ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്ക്. എന്നാ പിന്നെ ഞാൻ തന്നെ ചോദിക്കാം അല്ലേ? ചോദിച്ചു നോക്ക്. വാ. എന്താ അളിയാ? ഒന്നുമില്ല. എന്നാലും എന്തെന്നാലും കാര്യം പറ. ഒന്നുമില്ല, വെറുതെ ഒരു ലോഹ്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ ചേച്ചി, ഇങ്ങർക്കിത് എന്താ പറ്റിയേ? അതെ, ഭാർഗവേട്ടൻ ഒരു 3 സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടേ. അത് വാങ്ങിച്ച പിന്നെ ലോൺ എടുത്തായാലും വീട് പണിയായിരുന്നു. ആ, അത് നേരാ. കൈ കാശുണ്ടെങ്കിൽ വാങ്ങിക്കും. എന്റെ കയ്യിൽ എവിടുന്ന് അളിയാ കാശ്? പിന്നെങ്ങനെ വാങ്ങിക്കും? നിനക്കിപ്പോ പ്രതീക്ഷിക്കാതെ കുറച്ച് കാശ് കിട്ടിയല്ലോ, അതിന്ന് തന്നാ. അതെ, കടമായിട്ട് മതി. ഏയ്, അത് നടക്കില്ല. ബാലാമണി പറഞ്ഞ പോലെ അത് പാപത്തിന്റെ ശമ്പളമാ. നല്ല കാര്യത്തിന് ഉതകില്ല. അളിയ, എനിക്ക് നന്നായിട്ട് ഉതകും. ഇങ്ങ് തന്നാ മാത്രം മതി. അത് നടക്കില്ല അളിയാ. ആ കാശ് കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം. മനസ്സിലെ കറയെങ്കിലും കഴുകിപ്പോട്ടെ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഒന്നും പറയണ്ട, നടക്കില്ല. എടി, എനിക്ക് കിട്ടാനുള്ള കാശാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തരാനുള്ള സ്ത്രീധനം അത് ഞാൻ വാങ്ങിച്ചിട്ടേ അടങ്ങൂ. ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? വാതുറന്ന് അവനോട് ചോദിക്ക്. അതിനുള്ള ധൈര്യമില്ലല്ലോ. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ തമ്പിസാറുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അഭിരാമിയും ആനന്ദും തമ്മിൽ ഒന്നിച്ചിട്ട് എനിക്ക് പുണ്യം കിട്ടാനൊന്നുമില്ല. രാജേശ്വരി, താൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കോംപ്രമൈസ് ടോക്ക് എല്ലാം കഴിഞ്ഞതാ. ഇപ്പോഴും എനിക്ക് സമ്മതമാ കഴിഞ്ഞതെല്ലാം മറന്ന് ഇവരെ ഒന്നിപ്പിക്കാൻ. പക്ഷെ അതിന് സമ്മതിക്കാത്തത് അവനല്ല, ദൈവളാ. ഇപ്പൊ ആനന്ദിനും അടുത്തു. അയാൾക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണമെന്നാണ് ആഗ്രഹം. ആനന്ദ് അങ്ങനെ പറഞ്ഞു? എന്നോട് സൂചിപ്പിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം.
ഒരുപാട് ഡിവോഴ്സ് കേസുകൾ അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുക, ഭൂരിഭാഗം പുരുഷന്മാരും ഡിവോഴ്സ് കഴിഞ്ഞാൽ 6 മാസത്തിനകം അടുത്ത കല്യാണം കഴിച്ചിരിക്കും. പക്ഷേ സ്ത്രീകളുടെ കാര്യം നേരെ മറിച്ചാ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറ്റൊരു വിവാഹം നടക്കാതെ വീട്ടിലിരുന്ന് മുരടിച്ചു പോയ ഒരുപാട് പേരുണ്ട്. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ ഒരേ ഒരു മോളാ. ഒന്നുകിൽ ഈ വിവാഹബന്ധം കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു വിവാഹം. അതെനിക്ക് നിർബന്ധമാണ്. ജഡ്ജിയുടെ ചേംബറിൽ നിന്ന് വിത്തിൻ ഡേയ്സ് ഞാൻ ഡിവോഴ്സ് സാങ്ഷൻ ചെയ്തു തരാം. അതേത് മാർഗത്തിൽ കൂടിയാണെങ്കിലും. പക്ഷെ അത് വേണമെന്ന് അഭിരാമി തീർത്തു പറയണം. മോളെ, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ്. മോള് ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല അച്ഛാ. എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറില്ല. എനിക്ക് ആനന്ദിന്റെ കൂടെ ഇനി ജീവിക്കാൻ വയ്യ. ദെൻ ഓക്കെ തമ്പി സാർ, ഞാൻ പേപ്പറുകൾ മൂവ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ കോൾ യു. ഓക്കെ? ഓക്കെ. ഇതെന്താ പതിവില്ലാത്തൊരു വരവ്? അതെന്താ, എനിക്കിവിടെ വന്നുകൂടെ? വരാം, പക്ഷെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആകെ 1-2 പ്രാവശ്യം മാത്രമല്ലേ സുഗന്ധി തറവാട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ വന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ എന്റെ മോൾക്ക് സുഖാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ സൗകര്യങ്ങളുള്ള തറവാടാ ഇത്. ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും രാജകൊട്ടാരത്തെ വെല്ലുന്ന സൗകര്യങ്ങള്. മോളോട് ചോദിച്ചു നോക്ക്. തേനും പാലും ഒഴുകുന്ന തറവാടല്ലേ ഇതെന്ന്. അയ്യോ, ചോദിക്കണ്ട, എനിക്കറിയാം. ഇവിടെ പാലും തേനും കെട്ടിക്കിടക്കാണല്ലോ. അതുകൊണ്ടല്ലേ നാട്ടില് പാലിന് ക്ഷാമം. തേനിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, കിട്ടാനേ ഇല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ അതേ സ്വഭാവ മോൾക്കും കിട്ടിയിരിക്കുന്നത്. മമ്മി, ഇതെന്താ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ പിന്നെ നീ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കില്ലേ? കരുതി വെക്കാൻ എന്താ? 10-15 പേര് കയറി വന്നാലും ഇവിടെ ഭക്ഷണം ഉണ്ടാവും. കുത്തരി മുറത്തിലിട്ട് പാറ്റുമ്പോ കളയുന്ന തവിട് മതി 2 കുടുംബത്തിന് ജീവിക്കാൻ. വിളിച്ചുകൊണ്ടുപോയി സദ്യ ഒരുക്കി കൊടുക്ക്. അഴകത്ത് വരുന്നവര് വയറും മനസ്സും നിറഞ്ഞ് തിരിച്ചു പോകാവൂ. വാ മമ്മി, ഞാനിത് സ്ഥിരം കേൾക്കുന്നതാ. തേനും പാലും ഒഴുകുന്നൊക്കെ ആ തള്ള പറയും. കുറെ ഒഴുകും. അടുക്കളയിൽ ഞാൻ തന്നെ കയറണം. കുത്തരി തവിട് കളഞ്ഞ് ഞാൻ വെച്ചാ 10-15 പേര് നിരന്നിരുന്ന് അങ്ങ് ഉണ്ണും. ഇവിടുത്തെ അടുക്കളപ്പണിയെല്ലാം നീയാണോ ചെയ്യുന്നത്? പിന്നല്ലാതെ. മമ്മി ആ തള്ളയുടെ രൂപം കണ്ടോ? ഒരുങ്ങി കെട്ടി ചമഞ്ഞങ്ങ് ഇരുന്നോളും. 100-500 സാരിയെങ്കിലും കാണും അവർക്ക്. ദിവസവും അതൊക്കെ മാറി മാറി ഉടുത്ത് പൊട്ടും തൊട്ട് കണ്ണു എഴുതി അകത്തമ്മ ചമഞ്ഞങ്ങനെ ഇരുന്നോളും. ഒരിത്തിരി അഴുക്കെങ്കിലും കാണും അവരുടെ ദേഹത്ത്. എന്താ കാര്യം? ഒരു പണിയെടുക്കാതെ ഫാനിന്റെ ചോട്ടിലോ AC-യുടെ കീഴിലോ അങ്ങനെ ഇരിക്കും. ആ സമയത്തൊക്കെ വേർത്തൊലിച്ച് ഞാൻ അടുക്കളയിലുവാ. അപ്പോ മറ്റവള് പണിയും നൊടിക്കില്ലേ? ആ കവിത കൊള്ളാം. ഉണ്ട പാത്രം പോലും കഴുകി വെക്കില്ല. ഒക്കെ സഹിക്കാം മമ്മി. എന്നെ ഇങ്ങനെ പീഡിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. എന്ത് പീഡിപ്പിക്കല്? എന്റെ മമ്മി കവിത ഏത് സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തും, കൊല്ലൂന്ന് വരെ പറയും. തള്ളയാണെങ്കിൽ എടുക്കണ കൈയൊക്കെ എന്റെ പുറത്ത്. എന്താ മോളെ ഇത്? തല്ലൂ നിന്നെ? തല്ലൂന്നോ? കഴിഞ്ഞ ദിവസം ഓർക്കാപ്പുറത്തായിരുന്നു അടി. ദേ എന്റെ ഈ പുറത്ത് ഇപ്പോഴും കനച്ചു കിടക്ക അടിയുടെ പാട്. എന്തിനാ നിന്നിങ്ങനെ തല്ലുന്നത്? നീ എന്ത് ചെയ്തിട്ടാ? അല്ല, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. തള്ള കൈത്തരിപ്പ് തീർക്കുന്നൊക്കെ എന്റെ പുറത്താ. അത് ശരി. അങ്ങനെ തല്ലാനൊന്നും സമ്മതിക്കരുത്. നീ അരവിന്ദനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല മമ്മി. തള്ള പറയുന്നതിനപ്പുറം പോവില്ല മക്കളൊന്നും. എന്നാലും തല്ലുന്നതൊന്നും ശരിയല്ലല്ലോ. മമ്മി ചോദിക്കട്ടെ അവരോട്? ചോദിച്ചോ.
എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവരറിയട്ടെ. ചെല്ലു മമ്മി. ഉം. ആ. ഇന്നാ തള്ള ശരിക്കും അറിഞ്ഞോളും. അച്ഛാ ഇരിക്ക്, ഊണെടുത്തു വെച്ചു. എനിക്ക് വിശപ്പില്ല. അതെന്തു പറ്റി പെട്ടെന്ന് വിശപ്പ് പോവാൻ? എന്റെ വിശപ്പ് എന്റെ ഇഷ്ടം പോലെയല്ലേ. ഓ അത് ശരി. അപ്പൊ അച്ഛൻ പിണങ്ങിയിരിക്കുക. പിണങ്ങിക്കോ, പക്ഷെ ആഹാരം കഴിച്ചിട്ട് മതി. എനിക്ക് വിശപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിശപ്പില്ലാതായ പറ്റില്ലല്ലോ. ചുമ്മാ കളിക്കാതെ വന്നിരുന്ന ആഹാരം കഴിക്കച്ചാ. എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. ശരി, അത്രയ്ക്ക് വാശിയാണെങ്കിൽ കഴിക്കണ്ട. അച്ഛൻ കഴിച്ചില്ല എന്ന് കരുതി എനിക്ക് വിശന്നിരിക്കാനൊന്നും പറ്റില്ല. നല്ല വിശപ്പുണ്ട്. ഒരുപാട് പേരെയൊന്നും ദ്രോഹിച്ചിട്ടില്ല ഞാൻ. ഈ കാശ് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഒക്കെ ഇടയ്ക്ക് നിന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഈ പലിശക്കാർക്ക് കിട്ടാക്കടം പിരിച്ചു കൊടുക്കും. അതിൽ നിന്നൊക്കെ ജീവിക്കാനുള്ളത് കിട്ടും. പിന്നെ ഈ വെട്ടും കുത്തുമൊക്കെ അത് ചെയ്തിട്ടില്ല എന്നല്ല, ആരുടെയെങ്കിലുമൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ചിലപ്പോൾ 1-2 തവണ. പക്ഷേ അത് മതി. അപ്പോഴേക്കും നമ്മുടെ പേരങ്ങ് പറഞ്ഞു പരത്തും ആളുകൾ. എല്ലാം അവസാനിപ്പിച്ചില്ലേ രാഘവ? ഇനി മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ രാഘവന് പറ്റും. ഇല്ല ബാലാമണി, ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. ഒരാൾ ആയുധം വെച്ചുവെന്നറിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് കയറിപ്പറ്റാൻ 10 പേരെങ്കിലും ശ്രമിക്കും. അത് പിന്നെ വഴക്കാവും. നമ്മൾ വളർത്തിവിട്ട പിള്ളേർ തമ്മിലായിരിക്കും അടി. അതിനിടയ്ക്ക് പെട്ടുപോകും നമ്മൾ. അല്ലെങ്കിൽ പഴയ വൈരാഗ്യമുള്ളവർ മനഃപൂർവ്വം പെടുത്തും നമ്മളെ. വാളെടുത്തവൻ വാളുകൊണ്ട് തന്നെ മരിക്കും ബാലാമണി. അതൊരു വിശ്വാസം. പക്ഷേ നല്ലതിലേക്കുള്ള തിരിച്ചുവരവിന്റെ പാതയിൽ ഈശ്വരനുണ്ടാവും. ഒരു രക്ഷ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനി അതല്ല, മരണപ്പെട്ടാൽ തന്നെ ഗുണ്ടയായിട്ടുള്ള ജീവിതത്തെക്കാൾ നല്ലത് ആ മരണം തന്നെയല്ലേ. മറ്റൊരു ലോകം ഉണ്ടെങ്കിൽ അവിടുത്തെ സ്വർഗമെങ്കിലും നമുക്ക് അവകാശപ്പെട്ടതാവും. അതൊന്നും പ്രതീക്ഷിച്ചല്ല. കൂടുതൽ മോഹങ്ങളുമില്ല. ഒരു വാളോ ഒരു കൈത്തോക്കോ എൻ്റെ നേരെ ചൂണ്ടിയിരിപ്പുണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ ബാലാമണിക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. ആരുടെയും കണ്ണീര് ഇനി ഞാൻ വീഴിക്കില്ല. ഇനി ബാലാമണി ഇങ്ങോട്ട് വരുമോന്ന് പേടിക്കാതെ ജീവിക്കാം. അങ്ങനെ എന്റെ കാലിവിടെ ഉറച്ചു. ആദ്യത്തെ ചുവട് ബാലാമണിയായിരുന്നു. അത് കഴിഞ്ഞു. രണ്ടാമത്തെ ചുവട് അഴകത്തെ സ്വത്തുക്കളുടെ മേല. അത് കഴിഞ്ഞ മൂന്നാമത്തെ ചുവട് ഇതഴകത്തെ സുമംഗലയുടെ ശിരസില് ചവിട്ടി താഴ്ത്തണം പാതാളത്തിലേക്ക്. ഇതെന്താ
നീ മിഴിച്ചു നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല അമ്മേ. സ്വന്തം വീടിനേക്കാളും ഇപ്പൊ ഇഷ്ടം ഈ വീടാണല്ലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. വീട്ടിൽ ചെന്നിട്ടും ഇവിടത്തെ ചിന്തയായിരുന്നു എനിക്ക്. അനിയേട്ടൻ എന്നോട് പറയാ, നീ അഴകത്തെ പെണ്ണായി മാറിപ്പോയല്ലോ എന്ന്. എവിടെ പോയാലും ഇവിടെ വരുമ്പോഴാ എനിക്കൊരു സമാധാനം കിട്ടുന്നത്. ആ ഒരു മനസുഖത്തിന്റെ തെളിച്ചം നിന്റെ മുഖത്ത് കാണാനുണ്ട്. ഉണ്ടോ? അത് സന്തോഷത്തിന്റെയാ. എന്റെ മുമ്പിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി അമ്മേ. ഇനി എനിക്ക് വളരെ നല്ല കാലമാ. നല്ല കാലോ? നീ എന്താ ജോൽസിന്റെ അടുത്ത് പോയി ഭാവി നോക്കിച്ചോ? ആ നോക്കിച്ചു. ഒരു ഗുളികന്റെ അപഹാരം ഉണ്ടായിരുന്നു ദശാസന്ധിയില്. അത് മാറി. കനത്ത ഒരു വഴിപാട് നടത്തി അത് ഒഴിവാക്കി. അല്ല, അമ്മയുടെ മുഖവും പതിവില്ലാതെ ഗൗരവം വിട്ട് ചിരിയിലാണല്ലോ. ഇവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ? സംഭവിച്ചു. നഷ്ടപ്പെട്ട മനസ്സമാധാനം എനിക്ക് തിരിച്ചു കിട്ടി. പണക്കാരുടെ മാളികയിലല്ല, പാവങ്ങളുടെ കുടിലാണ് സ്നേഹം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. അമ്മയുടെ ഒരു പഴയ പരിചയക്കാരി ഇവിടെ വന്നിരുന്നു. കാശിനേക്കാളും കാരുണ്യം മനസ്സിലുള്ള ഒരു പാവം. എന്റെ സ്വസ്ഥത മടക്കിക്കൊണ്ട് തന്നത് അവരാ. ആരാ അമ്മ അത്? എന്നെക്കാളും അമ്മ ആരെയും സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല.